ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വ്ളോഗ് തുടങ്ങാൻ പോണത് മുസ്ലിം അല്ല, അല്ലാണ്ട് റബ്ബേ. മക്കളെ തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ കണ്ണൂർ പോവാണ്, വൈഫ് ഹൗസ് പോവാണ്. അവിടെ നമ്മുടെ പാച്ചിന്റെ കുടിയിരിക്കൽ എന്നാണ് ഞങ്ങൾ മലപ്പുറം ഇന്ന് അതിന് നമ്മള് വീട്ടിൽ കൂടൽ. അപ്പോൾ കണ്ണൂർ പോകണം. പക്ഷെ കണ്ണൂർ പോകണം വേറൊരു കാര്യം കൂടി, നമ്മളെ ഷാസിനെ കൂട്ടിയിട്ടാണ് പോണത്. എന്തിനാ പോണത് എന്ന് വേപ്പാറൂടെ? അതെ, നമ്മളെ ഡെയിലാന്ന് പറഞ്ഞൊരു പാർട്ടി 14-ാം തീയതി വാലന്റൈൻസ് ഡേക്ക് റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഷൂട്ടുണ്ട് വിത്ത് സ്വില സ്വാലി. ഓക്കെ ഗൈസ്, നമ്മള് സത്യം പറയുന്നത് രാവിലെ പോകാൻ വിചാരിച്ചതാ. ഇന്നൊരു 7 മണിക്ക് ഷാസ് ഉണ്ട്. എൻ്റെ ഇപ്പോൾ കോളേജിലെ പഠിച്ചൊരു ചങ്ങായിയാണ്. കോളേജിലെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഇപ്പോൾ 3-4 കൊല്ലായി. അടിപൊളി ചങ്ങായിയാണ്. അവൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു യാത്രാ മൂഡ് അങ്ങനത്തെ ചങ്ങായിയാണ്. അപ്പോൾ ഓനെ കാണാനും കൂടെയാണ് പോണത്. ഓനെടുത്തിട്ട് ഓനാണ് വീഡിയോ ഡെയിലിന്റെ റീൽ ഷൂട്ട് ചെയ്യണവനാണ്. അതെ, അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ട് ഓട്ടോ നോക്കിയേ. അപ്പോൾ ഇതിപ്പോൾ എത്ര പോകാണ്ട് പോനെ? മങ്കടയാണ് ഷാസിൻ്റെ വീട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്യുന്നു. നേരെ വണ്ടി എടുത്തിട്ട് കണ്ണൂരേക്ക് വിടുന്നു. അതിൻ്റെ ഇടയിൽ ഇന്ന് എനിക്കൊരു ചെറിയ സാധനം ഡൂടെ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഞാൻ ഉമ്മ വണ്ടൂർ വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മ വണ്ടൂർ വന്നില്ലേ കല്യാണത്തിന്. അപ്പോൾ അവിടെ ഒരു ഹാദി എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. അപ്പോൾ ഹാദിനോട് ഞാൻ പറഞ്ഞു, ഹാദി അവിടെ വന്നപ്പോൾ മൂത്തമ്മ വന്നിട്ട് പറഞ്ഞവനോട്, എടാ നീ ഫോണിൽ ഒരേ കളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ വീട്ടിലെത്തുന്നവരെ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ എൻ്റെ ഗിഫ്റ്റ് ഉണ്ട്. എന്നിട്ട് നാലിത്തമ്മായി വോയിസ് അയച്ചിട്ട്, എടാ മുസ്ലി നീ പറഞ്ഞിട്ട് ഒരു ഓന് അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഓന് മുസ്ലിക്കാക്ക പറഞ്ഞിട്ട്. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണം. ഓന് ഇരിക്കൂറന്നെ കൂരാരി തന്നെ. അപ്പൊ നമുക്ക് ഹോട്ട് വീൽസ് ആണെന്ന് ഓന്റെ താല്പര്യം. അത് അതെനിക്കറിയില്ല. അതിപ്പോ പോന്ന നോക്കിയാൽ ഷാസിനറിയാം. ഷാസിന് ഇങ്ങനത്തെ വണ്ടി പിരാന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വാങ്ങാം. എനിക്കും കുറച്ച് ചോക്ലേറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഷാസിന്റെ അടുത്ത് എത്തും. അപ്പൊ അതിന് ശേഷമുള്ള വീഡിയോസ് കാണാം. ഓക്കെ, നമ്മൾ ഏകദേശം എത്താനേ ഉണ്ട് കേട്ടോ. ആ റൈറ്റാണ്. തിരിഞ്ഞൊരു പോക്ക് അത് കഴിഞ്ഞിട്ട് ഹൃദയത്തിലേക്ക് കനവിലേക്ക്. നമസ്കാരം, അസ്സലാമലൈക്കും. ഘടികാരെ നിമിഷ നിലയ്ക്കും നിന്റെ ചങ്കിലെടുപ്പും കൂടെ. ബാക്കത്തെ കറക്റ്റ് കാരണേ എന്റെ വണ്ടി ബാക്കർ കിട്ടും. കുറച്ച് ബാക്കിൽ അടുത്തേക്ക് വരുന്നില്ല. ഓനെ ഞാൻ കയറ്റുന്നിടത്ത് ബാക്ക് ഇറങ്ങിയില്ലേ, നമുക്ക് നല്ല ഡിസ്റ്റൻസ് ഇട്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ ഷാസിന്റെ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. നേരെ പോയിട്ട് അവിടുന്ന് റൈറ്റിലാണ് ഷാസിന്റെ പുര. പിന്നെ ഓൻ്റെ ഉമ്മാൻ്റെ അടുത്തൊക്കെ നിന്നാൽ കുറേ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ദിവസമായിട്ടുള്ളൊരു വ്ളോഗ് എടുക്കാൻ പറ്റുന്നൊരു മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസും മനോഹരമായിട്ടുള്ള ആൾക്കാരുമാണ് അവിടെ ഉള്ളത്. അപ്പം ഇൻഷാ നമുക്കൊരു ദിവസം ഇവിടേക്ക് വരാം. നിങ്ങൾക്ക് ഷാസിനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൻ്റെ ഒരു വൈബ് എന്താണെന്ന്. ഒരു ചിരിച്ചുകൊണ്ട് എപ്പോഴും ചിരിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതെ, ഡൂഡിന്റെ ഒക്കെ വേറൊരു വെർഷൻ. ഡൂഡ് ഉള്ളിലൊരു ഇതില്ലെങ്കിലും അതായത് മറ്റേ ഒരു കൂടുള്ളവർക്കും കൂടി ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഷാസ്. അതെ, നമ്മൾ അടുത്തൊരു അല്ല നേരപ്പോ ഞാൻ അവിടെ എത്തിയിട്ട് അവൻ്റെ ഉമ്മക്ക് ഉണ്ടോ നോക്കട്ടെ. ഇവിടുന്ന് ലെഫ്റ്റ് ബായ് ബോജിക്കർക്ക് അടുത്ത ഈ റൈറ്റ് വിട് ഞാൻ വിളിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോവാണ് കേട്ടോ ഡൂടെ. ഹലോ ഗൈസ്, നമ്മുടെ ഷാസിന്റെ വീട് എത്തിയിട്ടുണ്ട്. അസ്സലാമലൈക്കും. നമ്മള് ചെറിയ കളികളല്ല. എനിക്ക് ശാസനം കാട്ടിയും മുമ്പ് ഇവിടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിത്വമുണ്ട് ഇവിടെ. അസ്സലാമലൈക്കും. എന്തൊക്കെ ഉണ്ട്? സുഖം. എന്താ നമ്മള് ചാനൽ തുടങ്ങിട്ടോ.
എല്ലാരും സബ്സ്ക്രൈബ്. മാഷാഅല്ലാ. ശർക്കര ശർക്കര. ഇത് ഏതാണ് ഈ ക്യൂട്ടായല്ലോ. ഈ ഒന്ന് വേറെ ഇറങ്ങിക്കോ, ലഗേജ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങിക്കോ. വേറെ ആരും ഇല്ല ഇവിടെ? ഞാൻ വരുന്നുണ്ട് കേട്ടോ. സ്പീക്കറോ ബ്ലൂടൂത്ത് സ്പീക്കർ ആണോ? എടുത്തോ വണ്ടി എടുത്തോ. ഹാപ്പി അല്ലമ്മാ? ഓക്കേതാ നമ്മളെ മെയിൻ ആളാണത്. നമ്മൾ പോട്ടെ, നമ്മൾ ലേറ്റ് ആയി പോയി. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഇറങ്ങാൻ വിചാരിച്ചു. ഇന്നലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആകെ ചത്തുപോയി. ഒരു ഉമ്മ തരട്ടെ. കുറച്ച് ലേറ്റ് ആവും ഇപ്പൊ ഈ സമയത്ത്. ഇന്ന് അത് വോക്കൽ ഡ്യൂഡ് ഞാൻ പറഞ്ഞേ. എൻ്റെ അളിയനും എൻ്റെ പേര് പാട്ടുകാരൻ ചങ്ങയ്യ. ഓൻ്റെ പേര് ഓനൊരു പാട്ട് 14-ാം തീയതി ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഉണ്ട്. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കൂടുതലുണ്ട്. ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ കാര്യം തീരുമാനമായി. ആ നാട്ടിലേക്ക് വരണ്ടെന്ന് പറയും. അപ്പോൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അച്ഛൻ പോയിക്കോന്നോ? ഞാൻ അച്ഛനൊന്നല്ലടോ. ഒന്ന് ഉമ്മയെ വരാട്ടോ. വാക്കാൽ ഡ്യൂഡ്. ഇത് എൻ്റെ അളിയൻ. ഞാനും ചെറിയ പാട്ടുകാരനാണ്. ഞങ്ങളും പോയരാം. എന്തേലും പറ. പറഞ്ഞു നമ്മള് ലേറ്റ് ആയോണ്ട് ഒരു ഇത് പെങ്ങളെ വിട്ട് ഞാൻ വരുമ്പോ ഇവൻ എത്രയായിരുന്നു. ഇതിപ്പോ പെട്ടെന്ന് വലുതാണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ അന്ന് വന്നപ്പോ ഇവന് ഒരു ഒതുങ്ങി കൂടിയിട്ട്. ഞാൻ വരുന്നുണ്ട് എന്നാലും ഇൻഷാല്ലാ നോമ്പിന് കൂടാ നമുക്ക്. അസ്സലാമു അലൈക്കും. ശാശി മുമ്പിലിരുന്നോ? ഇജ് വണ്ടിയോ? ആ എന്നിട്ട് ഇവിടെ കുറച്ചു നേരം വ്ളോഗ് എടുക്കുന്നവരെ. നമസ്കാരം. എനിക്ക് ബാക്കിൽ ഛർദ്ദിക്കാൻ കേട്ടോ. ശാസേ നമ്മളങ്ങനെ അന്ന് വീഡിയോ എടുത്ത് അന്ന് നമ്മള് റീൽ എടുത്ത് എവിടെ നമ്മളെ ദുബായിലെ കുട്ടികൾ വന്നില്ലേ, അതിനുശേഷം ഇപ്പൊ ഞാൻ തീരുമാനിച്ചു ആ അന്ന് നമുക്ക് അത്രക്ക് കോണ്ടന്റ് ഇടയില്ല. നമുക്ക് ഇൻഷാല്ലാ ഒരു ദിവസം കൂടെ ചങ്ങരംകുളം പോണം. ചങ്ങരംകുളം ആ സ്ഥലത്തിന് തിരുനാവായ അതെന്താ അറിയില്ല. ഓക്കെ അപ്പൊ ഒരു 3 മിനിറ്റ് സമയം നമ്മൾ ഷാസിന് വേണ്ടിയിട്ട് ഈ വ്ളോഗുകൾ കൊടുക്കുകയാണ്. ഷാസ് അത് എടുക്കണം. എന്നല്ല പറ എടാ. ഇനി നമ്മളിപ്പോ പുതിയ വ്ളോഗ് തുടങ്ങിയിട്ട് ഇൻഷാല്ലാ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള നിയത്തോടു കൂടിയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോ ഡിസ്ട്രാക്ഷനോ? അപ്പൊ ഞാൻ വ്ളോഗ് എടുക്കുമ്പോൾ എനിക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടോ? ഓക്കെ ഇന്നത്തെ പ്ലാൻ എന്താണ്? ഡൂഡിനോട് ചോദിക്ക്. എന്താ ഇന്നത്തെ സെറ്റ്? ഇന്ന് നമ്മളെ ഡൈല പാട്ടിന്റെ ഷൂട്ടാണ്. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ. വാലന്റൈൻസ് ഡേക്ക് നമ്മൾ ഒരു പാട്ട് റിലീസ് ആവുന്നുണ്ട്. ഞാനും സിലയും കൂടി പാടിയിട്ട് നമ്മളെ പഞ്ചാരക്ക് ശേഷം DJ ക്രോസ് മ്യൂസിക് ചെയ്ത ഡൈല റിലീസിങ്. പ്രൊമോഷന് പൈസ പ്രൊമോഷന് 350 റുപ്യ വേണം. അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരു ജ്യൂസോ ചായ മതി. അത് പറ്റുള്ളൂ ഇവിടെ. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ കാണാൻ പോണത് എന്റെ ഇപ്പോ പഠിച്ച് നമ്മൾ ഈ സ്പോട്ടിഫൈയിൽ ആൽമാർട്ട് കൊടുക്കുമ്പോഴേ PNG ആണോ JPG ആണോ അതറിയില്ല. കറക്റ്റ് PNG ആയിരിക്കും തോന്നുന്നുണ്ട്. അതൊന്ന് ചാറ്റ്ജിപിടിനോട് ചോദിക്ക്. ചാസേ കുറച്ച് സംസാരിക്കും. ഞാനിപ്പോ എന്റെ സംസാരത്തിന് വേണ്ടിട്ടാണ് ഈ എന്റെ പ്രകൃതി രമണീയമായ സിറ്റി മങ്കട. പണ്ട് ഇവിടെ നിറച്ച് മാനുകളായിരുന്നു. എങ്ങനെയാണ് ഈ മങ്കട പേര് വന്നത്? അവിടെ ബാക്കിലൊരു മല ഉണ്ട്. ആ മലയിന്ന് വളവ് കഴിഞ്ഞിട്ട് സംസാരിക്കണോ? ഓക്കെ. ആ മലയിന്ന് ഈ ഗ്രാമത്തിക്ക് ഇവിടെ ഒരു അരുവികളുണ്ട്. അവിടക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി മാനുകൾ എപ്പോഴും വന്നിരുന്നു. അങ്ങനെ അല്ല കടവിലാണ് വന്നത്. മാൻകടവ് ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞോക്കാം. മങ്കട അങ്ങനെ മങ്കടയായി മാറി. ഇതുള്ള കഥയാണെങ്കിൽ പഠിച്ചോനെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ട് ആൾക്കാരോട് ചോദിക്കാം. പഠിച്ചോനെ ഇത് ഇല്ലാത്ത കഥയാണെങ്കിൽ എനിക്കത് തരാട്ടാ. അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തറിയോ ഹാജിമുട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഹാജിമുട്ട അതിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഞാൻ പഠിക്കണം. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഒരു 500 മീറ്റർ അങ്ങോട്ട് പോയാല് അതായത്
നമ്മൾ പോണത് മറ്റേ ബാലുശ്ശേരി കുറ്റ്യാടി ബാലുശ്ശേരി ഹൈവേ കയറണ്ട. നമ്മൾ നേരെ മറ്റേ കുറ്റ്യാടി നാദാപുരം ആ റൂട്ടില്ലേ, കൊയിലാണ്ടി. എനിക്ക് ഒരു വിവരമില്ല അങ്ങനെ. ഷാസെ നമ്മള് ചെറിയൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ വാരിക്കോട് മുക്കം അങ്ങനെ അരീക്കോട് മുക്കം, അവിടുന്ന് നേരെ കുറ്റ്യാടിക്കുള്ള റൂട്ട്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇവരിങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ചില സ്ഥലത്ത് പോയാൽ പിന്നെ ആ സ്ഥലം ഓർമ്മ ഉണ്ടാവില്ല. എനിക്കും എൻ്റെ ഉമ്മാക്കും അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ പോയി ഞാൻ എൻ്റെ മനസ്സിനോട് പറഞ്ഞ് അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഷാസൽ ഒരു പ്രാവശ്യം പോയാൽ ബാംഗ്ലൂർ മൊത്തം പഠിക്കും. ബാംഗ്ലൂരൊക്കെ ഒരേപോലത്തെ സ്ഥലമാണ്, പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ടാവല്ലോ. എടാ പൊട്ടാ തള്ളുന്നതാണ് ഗൈസ്. അല്ലടാ പൊട്ടാ, നീ നമുക്ക് എനിക്ക് ഓർമ്മ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഇയർ പോയപ്പോ. അതാ ഞങ്ങളെ അടുത്ത കൂർക്ക പോലീസ്. അയാൾ പോയടാ, അയാൾ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ആള് എന്നും കൂർക്കാണ്, അല്ലാണ്ട് പൈസ എന്നും കൂർക്കം വലിക്കോ. ആള് കൂർക്ക പോലീസാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, ഇവിടെ ക്യാമറ ഉണ്ട്. ആള് കൂർക്ക പോലീസ്, പണ്ട് കൂർക്ക പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടാണ്ട് ഇങ്ങനെ കൂർക്ക പോലീസും മറ്റേ പോലീസും വ്യത്യാസം എന്താ? ഇയാള് രാത്രി സമയങ്ങളിൽ കള്ളം വരും പറയാണ്ട് കള്ളനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നടന്നുകാണ്ട് വടി പിടിച്ചാണ് നടക്കാണ്ടില്ലേ. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഒന്നും കണ്ടിട്ടില്ല ലാലേട്ടന്റെ? മനസ്സിലായി. അതിലുള്ള ഒരുമാതിരി പഴയ കോസ്റ്റ്യൂം അല്ലേ പോലീസിന്റെ? ഹിന്ദിക്കാരനെ കരം. എന്നിട്ട് പഴയ കോസ്റ്റ്യൂം ഒക്കെ എന്നിട്ട് ഇങ്ങനെ വടി പിടിച്ചിട്ട് രാത്രി നമ്മുടെ നാട്ടിലെ കൂർക്കണ നടക്കും. ഇയാളിങ്ങനെ രാവിലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൈസക്ക് പിരിവിന് വരും. അയാളെ സമ്പാദ്യം അങ്ങനെയാണ്. ഇയാള് പക്ഷെ ഇപ്പൊ പൈസ അങ്ങാണ്ട് രാത്രി പണിക്ക് വരൂല, എന്നിട്ട് കള്ളു പിടിച്ചാണ്ട് അടക്കും. അങ്ങനെ കുറ്റം പറയല്ല, സത്യം. അയാളെ പേരൊന്നും പറയല്ല കേട്ടോ, കോപ്പിറൈറ്റ് അല്ല, ഇത് വേറെ കേസാവും. അപ്പോ നമ്മളെ ഇൻഷാ അല്ലാ നമ്മൾ ഇന്നത്തെ നെക്സ്റ്റ് എത്രത്തോളം ഈ വ്ളോഗ് മനോഹരം. മുസ്ലിന്റെ ഉമ്മാനെ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അങ്ങനെ പറയാം. സർപ്രൈസ് വീഡിയോ അടുത്തത് വരുന്നുണ്ട്. നമ്മള് 3.5-4 കൊല്ലം നമ്മളിപ്പോ പരിചയം. 5 കൊല്ലം കൂട്ടിക്കോ. പക്ഷെ 5 കൊല്ലത്തില് ഞാൻ ഉമ്മാനെ എപ്പോഴും വീഡിയോ കോൾ ചെയ്ത് വർത്താനൊക്കെ പറയും. പക്ഷെ ഇതുവരെ നമ്മള് പരിക്ക് വരാ പറഞ്ഞിട്ട് മുസ്ലിം വരണ്ടാറിയാണ് നമ്മൾ പോവാന്നപ്പോ എന്തോ മണ്ണിടിച്ചിലുണ്ടായില്ല, മറ്റേ പ്രളയത്തിൽ വീട്ടിന്റെ ബാക്കില് സീൻ ഉണ്ടായിരുന്നു. കൊറേ കാലത്തിന് ശേഷം സ്വപ്ന സാക്ഷാത്കരിക്കാൻ. അതെ. അപ്പൊ ഇൻഷാല്ലാ അപ്പൊ ഇങ്ങനെ കുറെ പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന്. ഡൂഡിന്റെ വ്ളോഗ് ഉണ്ട്, ഉമ്മാനെ കാണുന്നുണ്ട്, പിന്നെ ഒരു ഹാദിക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി കാണാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അതൊക്കെ നിങ്ങൾ ചെയ്തൊന്ന് സെറ്റാക്കി തരാം. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഡ്രസ്സ് എടുക്കാൻ വന്ന്. പക്ഷെ ഇത് ചെറിയ പ്രശ്നമാണ്. ഇതെങ്ങനെ ചുളിവ് നീർത്തേണ്ടത് എനിക്ക് അറിയില്ല. ചൂട് എന്താ അതെല്ലാം കണ്ടല്ലോ. എൻ്റെ വ്ളോഗ് ആരും കാണൂല. ബ്രോ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളിപ്പോ ഉള്ളത് ഹൈജാക്കിലാണ്. ഇവിടെ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറിയേ. അറിയാം, ഞാൻ എവിടെയാ പഠിച്ച ചാന്നാങ്കളൂർ സ്ലായ. യെസ്, ഇങ്ങനെയുള്ള ചെറിയ വള്ളി പ്രശ്നമൊന്നുമില്ല. ഇത് നേരെ ആക്കാന്നുള്ളൊരു കർത്തവ്യത്തിലാണ് നിൽക്കണത്. ഈ ഷാസിനെ സംബന്ധിച്ചിടത്തോളം അവന് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വള്ളി വസ്ത്രങ്ങളും വള്ളി ബാഗുകളൊക്കെയാണ് ഇടല്. അപ്പോൾ ഇത് ഓനെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, വിത്തിൻ 30 seconds ട്രൈ ചെയ്യ്. ഞാൻ നോക്കിയപ്പോ പ്രശ്നം വെച്ചാല് ഈ സംഭവം ഇങ്ങനെയാണ് വരേണ്ടത്. ആക്ച്വലി ഈ സംഭവം ഇതിങ്ങനെ വരണം. ഇതിങ്ങനെ വരികയാണെങ്കിൽ ഈ സാധനം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചാല് ഈ സാധനം ഇങ്ങോട്ട് തിരിയും. അതാണ് ഞാൻ ട്രൈ ചെയ്യണത്. അതൊരു മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിട്ട് കൂടി സമാധാനത്തോടെ മുന്നോട്ട് പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്. നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളിപ്പോ മുക്കത്തെത്തി, നേരെ ഇനിയിപ്പോ കണ്ണൂരെത്തിയിട്ട് അങ്ങനെ പോണം. ബ്രോ ഒരു ഹായ് പറ. കോൺഫിഡന്റ് ആയിട്ട് പറ. ഓക്കെ, ക്യാമറ ഭയം ഉണ്ടല്ലേ? എനിക്കുണ്ടായിരുന്നു, ഞാൻ പിന്നെ റെഡിയാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ കാണാം. ഓക്കെ, ഹലോ ഗൈസ്, ഞാനൊരു പാട്ടുകാരനായതുകൊണ്ട് തന്നെ നിങ്ങൾ പാട്ടിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയണം. ഞാനും ശാസുപ്പം ഇങ്ങനെ പോകുന്ന വയ്ക്കുണ്ടല്ലോ. പ്രിയനെ, ആ പാട്ടിന്റെ പേരെന്താ? സ്വർഗക്കത്ത് കേട്ടോ. ആരെ മ്യൂസിക് എഴുതിയതേനു അത്? ഈ വരി അതിലെഴുതിയേ? മറ്റേ ഫീമെയിൽ വേഷം മോസിം പേരാര് എഴുതിയതല്ലേ? അതൊക്കറിയില്ല കേട്ടോ. അത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ ആരാണ് എഴുതിയത്? നിങ്ങള് ജഹാന പാടി. അത് മ്യൂസിക് എഴുതിയത് എനിക്ക് തോന്നുന്നുണ്ട്. ഇൻഷാല്ലാ, അപ്പൊ നമ്മൾ ആ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. ഷാസാണെങ്കിൽ അത് അടിപൊളിയായിട്ട് പറഞ്ഞുതരും. എന്താണ്? അല്ല, ഈ പാട്ടിന്റെ സാധനം പറ. എന്താ വെച്ചാല് സ്വർഗകഥ. ആൻഡ് ഇവൻ ഇത് ഈ പാട്ട് കേട്ടിട്ട് കരഞ്ഞെന്നൊക്കെ പറയുന്നതാണ്. ഇവൻ ഇങ്ങനെ ഒരു കുറച്ച് ഇമോഷണൽ ചങ്ങയാണ്. പക്ഷെ ഞാനൊക്കെ ഓപ്പോസിറ്റ് ആണ്.
അല്ല ഓപ്പോസിറ്റ് അല്ല. ഈ പാട്ട് പറഞ്ഞാലേ ഇതിന്റെ ലിറിക്സ് ഭയങ്കര സീനാണ്. ഈ ഫിലിം കണ്ടിട്ട് ഈ പാട്ട് കേൾക്കണം. റൈറ്റ് കിലോണ്ട് മാപ്പ് നോക്കണം. ഈ ഫിലിമിലുണ്ടല്ലോ എന്താ ക്യാരക്ടറിന്റെ ഇപ്പൊ മരിച്ചു പോകും, കൊറോണ വന്നിട്ട്. ആ സമയത്താണ് ഈ പാട്ട് വരുന്നത്. ഇത് പ്രേമക്കത്ത് എന്നുള്ള പാട്ട് വരും. പ്രേമക്കത്ത് എന്ന് പറഞ്ഞാല് ഇമ്മ ജീവനോടുണ്ട്. ഇമ്മ ഇപ്പാനോട് പറയുന്ന കാര്യങ്ങളാണ് പ്രേമകത്തില്. മരിച്ചുപോയ ഇപ്പാനോട് ഇമ്മ നാട്ടിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു കത്ത് പോലെ. കത്തല്ല ആ പാട്ട് അങ്ങനെ. അതാണ് പ്രേമക്കത്ത് എന്നുള്ള പാട്ട്. അതില് എന്താ ഇവനെന്ന് വിളിച്ചിട്ടാണ് ജഹാന പാടുന്നത്. ഇപ്പാനോട് ഉമ്മ പറയണത്. സ്വർഗകത്ത് നേരെ തിരിച്ച് ഇപ്പ സ്വർഗത്തിന്ന് നാട്ടിലുള്ള ഇമ്മാനോട് പറയണ കാര്യം ഇവളേന്ന് വിളിച്ചിട്ട് പറയണത്. അതിന്റെ ആ വരികൾ ഇങ്ങനെ വരുമ്പോ കണ്ണുകിട് ഇങ്ങനെ പറയാം. വേർപെട്ടു മറഞ്ഞേരം ഒരുപാട് കരഞ്ഞോളെ, പുതുനാരി വരും പോലെ നീയുള്ളു ചമഞ്ഞെത്തും ദിനമോളമിരിക്കാം ഞാൻ സർവം നീയായവനെ, സ്വർഗക്കനി നീ തന്നെ രസകനി വാരന്നെ ജന്നത്തിലെ വധുവാകൂ. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വഴിയാണ് എന്താ വെച്ചാല് നീയില്ല സ്വർഗരാജ്യം പൂവില്ല മലർവനിയായി എന്നൊക്കെ പറഞ്ഞിട്ട്. മനസ്സിലാവുണ്ടോ? ഇതിനെ ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്ന വെച്ചാല് എന്താ സ്വർഗത്തില് സ്വർഗമാണെങ്കിൽ ഈ എന്റെ കൂടെ വേണം. അതോടെ എനിക്ക് അതാണ് ഇതിന്റെ ഇപ്പൊ സ്വർഗക്കത്തില് പറയണത്. ഉറങ്ങുന്നോണ്ട് തന്നെ ഞാൻ കൂടുതൽ സ്വർഗത്തെ കുറിച്ച് പറയുന്നില്ല. ഇനി നമ്മൾ കുറച്ച് പാട്ട് കേൾക്കട്ടെ. ഞാൻ ലിറിക്സ് ഒന്ന് കേട്ടോ കേട്ടോ. ഇനി ലിറിക്സ് കേട്ടോ, വേറെ കോപ്പി റൈറ്റ് കിട്ടും. ബൈക്ക് ഓണാണ് എടാ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പോണ്ട വേ ആണ്. ഇവിടെ തളർന്നാ അതോട് ഉറങ്ങാണ്. ഞാനിങ്ങനെ ഒന്ന് വാഷ്റൂം പോയതാ. അപ്പോൾ കോമഡി ഉണ്ടായെന്നറിയോ? അല്ല അതല്ല കിട്ടുവാ ഒന്നുമില്ല. വാഷ്റൂമിൽ നമ്മൾ ഇറങ്ങാൻ വേണ്ടി റെഡിയാവായിരുന്നു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങായിരുന്നു കേട്ടോ. ക്ലിയർ കട്ടാണോ? വൈഡ്. വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളെന്തായാലും വണ്ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാളുണ്ട് അവിടെ, ചെങ്ങായി വേറെ ആരോ ഫോൺ വിളിക്കുന്ന. അല്ലല്ല, ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തല്ലേ. അപ്പൊ ഫോൺ വിളിക്കത്തേക്കായി പറയും എന്തായി കാര്യങ്ങള്. ഞാൻ പറഞ്ഞുപോയി ഇപ്പൊ ഇറങ്ങുന്ന് പറഞ്ഞുപോയി. ഭാര്യ നമുക്ക് പോവാ. ഡൂടെ ഉറങ്ങാണ് നമ്മള്. അയാള് വരുന്നില്ല, വാ നമുക്ക് പോവാ. പഠിച്ചോനെ. അപ്പൊ നമ്മളിങ്ങനെ ചേട്ടാ ആകെ ചടച്ചില്ലേ. നമ്മളത് പോവാണ്. കുറച്ചുകൂടെ ഉണ്ട് എനിക്ക് യാത്ര, കുറച്ചുകൂടെ. ഒന്നും അറിയില്ല. അങ്ങനെ വീണ്ടും ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് തന്നെ പോ. പറയണ കേക്ക്. അങ്ങനെ എല്ലാവർക്കും തെറ്റുന്നത് പോലെ മാപ്പിനെ കൊണ്ട് തെറ്റി. ഈ സ്ഥലം എന്റെ നാടാണെങ്കിലും എനിക്ക് ചില വഴികൾ അറിയില്ല. ഒരു വഴി അറിയില്ല. അങ്ങനല്ല, മലബാർ നാട്ടിലത്തെ വഴി ഇൻഷാ അല്ലാ. ഈ വഴിയിലോട്ട് നമ്മൾ അങ്ങനെ പോവലില്ലടാ, അതുകൊണ്ടാണ്. അത് നേരെ പോ, പറയണ കേക്ക്. നേരെ പോ. ഓക്കെ സത്യം പറഞ്ഞാൽ വളരെ ലോങ് യാത്രയായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലാത്തവർ നോക്കൂ, ഇൻസ്റ്റാഗ്രാം നോക്കൂ. എഡിറ്റിങ്ങും ഞാൻ തന്നെ, പാട്ട് എഴുത്തും ഞാൻ തന്നെ. അല്ല, എഡിറ്റിംഗ് ഞാൻ ഫുള്ള് ഞാനല്ല. ആദിലുണ്ട്, മുസ്തഫ ഉണ്ട്. പക്ഷെ ഞാൻ ഇവരൊക്കെ എടുത്തുനിന്ന് പാഠങ്ങൾ പഠിച്ചിട്ട് ഞാൻ തന്നെ എഡിറ്റിംഗ് ആയാലോ വിചാരിച്ചിട്ടുണ്ട്. ഷാസ്, ഞാൻ മാപ്പ് പറഞ്ഞുതരാം. ഈ നേരെ പോ, പോയിട്ട് ഞാൻ പറയണ പോലെ കേക്ക്. ഇതാണ് നമ്മളെ മട്ടന്നൂർ സിറ്റി. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ ആണ് ഈ സ്ഥലത്തുള്ളത്. ഈ നേരെ പോയ മട്ടന്നൂർ പള്ളി, അത് ബസ്. എന്താ ഹെൽമെറ്റ് തന്നെയാണ് അത്. അയാളെ വണ്ടിന്റെ ബാക്കിൽ എന്താ? ഈ മാപ്പ് ഒന്ന് ഓഫാക്കിയേ. മാപ്പ് ഓഫാക്ക്. അത് ഞാൻ പറയട്ടെ. വിശ്വാസം കമ്മി. നേരെ പോ. സാറോട് ലെഫ്റ്റ് എടുക്കാൻ പറ്റുമോ ചോക്ക്? ഇപ്പം പ്രശ്നമില്ലേ?
ഇയാള് കണ്ടിടൂടെ അപ്പൊ നേരത്തെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ പോലീസ് നേരെ പോകാൻ പറഞ്ഞു. ഞാൻ തന്നെ വിചാരിച്ചു, ഞാൻ 2 ദിവസം നാട് വിട്ടു പോയപ്പോ റോഡൊക്കെ മാറിയെന്ന് വിചാരിച്ചു. അതുകൊണ്ടുള്ള ഒരു കോൺഫിഡൻസ് കുറവ് കൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. ശ്വാസം എന്റെ ഉമ്മാനെ കാണാൻ പോവാണ്. ആദ്യം ചെല്ല നേരെ ഷൂട്ട് ചെയ്യാട്ടോ. സത്യം പറഞ്ഞാല് ഷൂട്ടിന്റെ മൂഡിലാണ്. അപ്പൊ ഞാന് ഇനിയുള്ള ഒരു വ്ളോഗിന്റെ ഒരു സാധനം ഞാൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാ. കാരണം ഇവരൊക്കെ ഷൂട്ടിന്റെ തിരക്കിലാണ്. ഞാനിപ്പോ ഇത് കഴിഞ്ഞപാട് നേരെ പോയിട്ട് ഇവരെ സന്ദർഭങ്ങളുടെ BTS ഞാൻ എടുക്കുന്നതായിരിക്കും. നമ്മളിപ്പോ കാണാൻ പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെയാന്ന് വെച്ചാല് സുയില, ഡൂഡ്, ഷാസ്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിപ്പുയ അല്ല പഞ്ചായത്ത് തൈസീർ എന്ന് പറയുന്ന ചങ്ങായി വരാനുണ്ട്. ഞാൻ തഹസീർ എന്നാണ് ഡൂഡ് വിളിച്ചിട്ട് ആ പേര് മാറ്റിയത്. തഹസീറിനെയാണ് നമ്മളിപ്പോൾ കാണാൻ പോണത്. തഹസീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോച്ചാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യങ് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചാണ്. ഇപ്പൊ ലഗാഡോ FC ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്തിനാ പറയണേ, എന്താടാ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഷാസേ, നമ്മുടെ നാട്ടിൽ വന്നപ്പോ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ എന്ത് വ്യത്യാസമാണ് താങ്കൾക്ക്? ഒരു വ്യത്യാസമല്ല. ഇവിടുത്തെ പോലീസുമാർക്ക് ഒരു മര്യാദ അല്ല. അങ്ങനെ പറയരുത്. നമ്മള് പോലീസുമാരൊക്കെ ഉഷാറാണ്. മാഷാ അല്ലാഹ്. അത് ശരി. അല്ല പേഴ്സണലി നോക്കട്ടെ, ആൾക്കാരുടെ സ്വഭാവമൊക്കെ ഇനി നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. മെയിൻ ആളെ കാണണ്ടേ അത് അല്ല വ്ളോഗാണ്. നമ്മൾക്ക് ഡൂഡിന്റെ നമുക്ക് ഇന്ന് ഫാമിലിനൊക്കെ പരിചയപ്പെടാം. അപ്പൊ ഈ വ്ളോഗ് നമ്മള് ഷൂട്ടിന്റെ BTS വ്ളോഗായിരിക്കും. 2 വ്ളോഗായിട്ട് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. കാരണം ഇത് ബോറിംഗ് ആണെങ്കിൽ ഞാനിത് കുറച്ച് അടുത്ത പാർട്ട് വേറെ ആയിട്ടായിരിക്കും വ്ളോഗ് ഇടാം. നിങ്ങൾ ഇങ്ങനെ സമയമുണ്ടെങ്കിൽ സമാധാനപരമായി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഞങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. പകുതി ദിവസം പാട്ട്, പിന്നെ കുറച്ച് കിട്ടുന്ന സമയത്താണ് ഞാൻ വ്ളോഗ് ചെയ്യുക. ഇപ്പം ഇത് യാത്രയൊക്കെ ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യുന്ന സാധനം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മാക്സിമം വ്ളോഗുകൾ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള പരിപാടിയായിരിക്കും. കാരണം ഞാനിപ്പോൾ തന്നെ ആലോചിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ, നിങ്ങൾ കുറേ മൊമെന്റ്സ് എനിക്ക് എൻ്റെ ഒപ്പമുള്ള നിങ്ങളെപ്പോൾ എപ്പോഴും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള കുറേ സന്ദർഭങ്ങൾ എൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ ഷാസേ, ഇവിടെ ഒരു നല്ല ഒരു ചൊക്രാമ്പള പോലത്തെ സ്ഥലമുണ്ട്. ഒരു വലിയ, നിങ്ങൾക്ക് കാണുമ്പോൾ വിചാരിക്കും ചൊരാണ്, പക്ഷെ ചൊരല്ല. ഡൂഡിന് മനസ്സിലായോ ആ സ്ഥലം ഏതാണ്? എവിടെ? മനസ്സിലായി. അവിടെ എന്തോ താഴേക്ക് വീണടാ. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത്. എന്നിട്ട് ഇവിടെ നമുക്കൊരു പ്ലാൻ ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞാല് ലഗേജ് ഒന്നും വെക്കാതെ തന്നെ വണ്ടി നേരെ പോവാ. അപ്പോൾ ലഗേജ് ഇവിടെ ഒക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ കൊച്ചിയിലായിരുന്നു 3 മാസം. കൊച്ചിയിൽ നിന്ന് ഇപ്പൊ നാട്ടില് നോമ്പും ഉമ്മാന്റെ എപ്പോഴും അവിടെപ്പോഴും ചങ്ങായിമാരെപ്പോഴും ഒക്കെ ഒരുമിച്ച് നിൽക്കാനുള്ളൊരു 2 മാസമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വ്ളോഗിലൂടെ കാണിച്ചു തരാം, ആ മൊമെന്റ്സ് ഒക്കെ കാണിച്ചു തരാം എന്നുള്ള പ്ലാൻ കൂടിയാണ്. 2 മൈക്ക് എടുത്തിട്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പോൾ അത്രക്കും ക്ലാരിറ്റിയോട് കൂടിയാണ് നിങ്ങൾ കേൾക്കുക. ഷാസ് ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് മര്യാദക്ക് പറഞ്ഞോക്കാം. അത് ഞാനിങ്ങനെയാണ്, ഇതാന്റെ പ്രകൃതി, എന്റെ എക്സ്പ്രഷൻ സ്റ്റൈൽ ഇതാണ്. അത് ശ്വാസ നീ നിന്നെ പോലെ അഭിനയിക്ക്, അല്ല നിന്നെ പോലെ ജീവിക്ക്. ഇതെന്റെ ഇങ്ങനത്തെ എന്റെ പ്രകൃതി ഇതാണ്. എന്ന് പറഞ്ഞറിയില്ല, പ്രകൃതി നമുക്ക് മനസ്സിലായല്ലോ. ഇല്ല മലയാളം എനിക്കറിയാം. അങ്ങനത്തെ ഒരു ഇവന് 1992-ലായിട്ടാണ് 98-ലോ അപ്പോ ഞാൻ 2003 ആണോ 4 ആണോ 5 ആണോ നിങ്ങൾ ഗസ് ചെയ്യാം. ഓക്കെ, ഡൂഡ് ഇപ്പോഴും നീ നോക്കലുണ്ടോ JCB കാണുമ്പോ? വിമാനം കാണുമ്പോ നോക്കലുണ്ട്. ഞാൻ പണ്ട് ആവശ്യമില്ല JCB എന്താ ആവണ്ടേ JCB അല്ല. കാരണം ഈ പെരിന്തൽമണ്ണക്കാര് പ്രത്യേകത വെച്ചാൽ അവർക്ക് ഇങ്ങനെ വിമാനം കാണുമ്പോൾ കൗതുകം തോന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ ഇപ്പൊ അങ്ങനെ ഇല്ല. പക്ഷെ എയർപോർട്ട് 2-3 ബഗഡേ. ഒരു മിനിറ്റ്, അതിനെക്കുറിച്ച് നമുക്കിത് ഒരു കോമ്പറ്റീഷൻ അല്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ തന്നെ പറയാൻ വിട്. ബഗഡന്മാരെ പിഴയൊന്നല്ല, കറക്റ്റ് ആണ് ഞാൻ പറയണത്. കണ്ണൂര് പെരിന്തൽമണ്ണക്കാർക്ക്
അങ്ങനെ കൗതുകം തോന്നും. കാരണം അവരുടെ എയർപോർട്ട് വളരെ ദൂരാണ്. നിങ്ങൾക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 40 കിലോമീറ്റർ. എനിക്ക് 4 കിലോമീറ്റർ, 4 to 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്ര ഒരു കൗതുകം തോന്നാറില്ല ഇപ്പൊ. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റി, ഒരു സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോവാം അല്ലെ? ആലോചിക്കണം എനിക്ക്. അതാ കാരണം ഡൂഡ് ഇപ്പൊ ഒരു നെഗറ്റീവ് അറ്റ്മോസ്ഫിയറില്ല. കാരണം എനിക്ക് ഷൂട്ട് ചെയ്യാണ്ട്, വെയില് താകുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യാണ്ട്, അങ്ങനത്തെ ഒക്കെ എനിക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഡൂഡിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി മുസ്ലി കുറച്ചു നേരം മൗനം പ്രാപിക്കാം. പിന്നെ ഓണായി ഊട്ടി ഊട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് മോനെ ഊട്ടി ഊട്ടി എന്ന് പറയുന്നത്? ചൊര ഇറങ്ങണ പോലെ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ചൊരം പോലത്തെ സ്ഥലമുണ്ട്. ചെവി അടഞ്ഞ്. എന്റെ അടഞ്ഞ്, വലത്തെ ചെവി. നിന്റെ വലത്തേത് അടഞ്ഞാ എടുത്തേതാ? രണ്ടും അടഞ്ഞ്. എന്റെ വലത്തേത് മാത്രം. അത് ഇങ്ങനെ ആക്കിയാ മതിടാ. അങ്ങനെ നോക്കുക ഇതൊക്കെ പറയുന്നുണ്ട്. ഷാസിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. നമ്മളെ നാട്ടിൽ നിന്ന് ഷാസിന്റെ ഒരു പാട്ട്. ഏത് പാട്ടാ വേണ്ടേ? എത്രയോ ജന്മം നിൻമുഖമിതു തേടി ഞാൻ എന്റെയായി തീർന്ന നാൾ നാം തങ്ങളിലൊന്നായി സഖി നിൻ വരിയൊരു വരി പാടി പ്രണയിതഗാനം. ഇനി എന്തിനു വേറൊരു മഴയുടെ സംഗീതം അഴകേ വാ അലരേ വാ. നാടത്ത് വരെ ഡൂഡിന്റെ ഒരു പാട്ടുമാണ്. ഡൂഡ് അടുത്ത് നിന്റെ ഇറങ്ങാൻ പോകുന്ന ഡെയില. ഞാൻ ഡെയിലിനെ കുറിച്ച് ഞാനൊരു റിസർച്ച് നടത്തി. ഡെയിലിന്റെ പാട്ട് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാല് ലൈല ഉണ്ട്, സില ഉണ്ട്, സാലി ഉണ്ട്. സിലന്റെ ലായും ഡൂഡിന്റെ ഡാവും ലൈലിന്റെ ലൈലും രാത്രിന്റെ പകലും. അപ്പൊ ഇതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ട്? അത് സീന്. കാരണം ഡൂഡ് ഇത്ര ലൈല മജൂദത്തെ ലൈലും സിലേത്തെ ലായും ഡൂഡത്തെ ഡൂയും ഡൈല. നിങ്ങളെ ഡൂഡ് അങ്ങനെയാണ്. മക്കൾക്ക് എന്താ പേരിടാ? ഡൂഡിന്റെ ഡൂവും നേരെ 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 ഡൂഡിന്റെ മക്കൾക്ക് എന്താ പേരിടാ? ഡൂഡിന്റെ ഡൂവും സിലന്റെ സാവും ദാസു ഡിസൂസ. അവിടെ നിങ്ങളെ മക്കൾക്ക് ഞാനട്ടോ പേരിടാ. എന്താ നാളെ വരുന്നത്? ഓക്കെ അപ്പൊ നമ്മുടെ ഇനി അടുത്തൊരു ചുരം പോലത്തെ സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഹാജിമൊട്ട എന്ന് പറഞ്ഞില്ലേ? എടാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ മങ്കടന്റെ പേര് പറഞ്ഞപ്പോ ഷാസ് പറഞ്ഞു മാൻ കടവാണെന്ന്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ വ്ളോഗ് കാണുന്നവർക്ക് ഓർമ്മ ഉണ്ടോ? പക്ഷെ എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പൊ അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഹാജിമൊട്ട എന്ന് പറഞ്ഞാല് എങ്ങനെ പേരുണ്ടായതൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഇൻഷാ അല്ലാഹ്. ഒരു തരത്തിലുള്ള ഒരു ഡെലൂഷൻ അങ്ങനെ വെച്ചാൽ ഉണ്ടാക്കി പറയുന്നതാ. ആയിക്കോട്ടെ. നോ അവിടെ നിർത്തിയിട്ട് ഈ സ്ഥലത്തിന്റെ പേരെന്താന്ന് ഞാൻ അവിടെ ഒരാളോട് ചോദിച്ചു. ഓക്കെ എന്നാ ഒരു ദിവസം ചോദിക്കാം. അല്ലാണ്ട് ഇങ്ങനെ ഇവൻ എന്നെ വെറുതെ ഒരു നെഗറ്റീവിലേക്ക് ഇവൻ കൊണ്ടുപോകുന്നുണ്ട് ഇതിലൂടെ. പക്ഷെ നമ്മള് തളരൂല. എന്റെ വ്ളോഗിൽ ഒരു ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് ജിന്നെ പ്രസന്റ് ചെയ്യേണ്ടത്. അത് ഇത് അങ്ങനെയാണ് ഇവിടെ. അന്നങ്ങനെ പ്രസന്റ് ചെയ്യുന്നു വേണ്ട. ഞാൻ എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യണ ആളാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഡൂഡ് എന്തൊക്കെ ആയാലും പഠിച്ചോ സഹായിച്ചിട്ട് ഇത്ര കൊല്ലായിട്ടും അങ്ങനൊന്നുമില്ല. വെറുതെ അവനിങ്ങനെ ഹൈപ്പ് കയറി ഞാൻ അങ്ങനെ പറയുമ്പോ. അപ്പൊ അതിന് മാത്രമൊന്നും അവനില്ല. ഇപ്പൊ ഒരു കുടുംബക്കാരനായോണ്ട് എന്ത് സംസാരിക്കുമ്പോഴും ഞാൻ സൂക്ഷിക്കണം. ഏത് ശ്വാസാണ് നമ്മള് എത്രത്തോളം ഈ വണ്ടിനെ പറ്റി അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞതാ. ഇവിടുന്നൊക്കെ തള്ളി അങ്ങോട്ട് തള്ളുക. നമ്മളെ ഹാജിമൊട്ടയിലേക്ക് എത്താൻ പോവാണ് ഗൈസ്. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, ഹൊറൈസൺ ഇംഗ്ലീഷ് സ്കൂൾ. ഞാൻ പഠിച്ച സ്കൂൾ ഇതാ. ഞാൻ പറഞ്ഞില്ലേ 10ാം ക്ലാസ്സിൽ 10 കുട്ടികളുടെ. ഞാൻ CBSE ആയിരുന്നു. ഓക്കെ അവന് അങ്ങനെ അതൊരു അങ്ങനെ ഇവര് അഭിമാനം കൊണ്ടോട്ടെ. പക്ഷെ നമുക്ക് പ്രശ്നമില്ല. ഞാൻ CBSE 10ാം ക്ലാസ് വരെ പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ജീവിതത്തിൽ നിന്ന് ഓരോന്ന് പഠിച്ചു തുടങ്ങിയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ CBSE ഞാൻ അഭിമാന പുളകോദികതനാണ്. ഇതാണ് നമ്മൾ കളിക്കുന്ന ഗ്രൗണ്ട്. ഇതാണ് നമ്മളെ നാട് കേട്ടോ. ശ്വാസ ഈ കേറാൻ പോണതാണ് നമ്മളെ നാട്. വെൽക്കം. ഈ റോഡ് അവസാനിക്കുന്ന പേരല്ല റെയിൻബോ. ഇതാണ് സുഭാഷ് നഗർ. പക്ഷെ ഇത് ഈ നാടിന് വേറൊരു പേരുണ്ട്. അല്ലല്ല ആ പേര് ഞാൻ പിന്നെ എപ്പെങ്കിലും റിവീൽ ചെയ്യൂ. അത് അറിയുന്നവർ കമന്റ് ചെയ്തോളൂ. ഞാൻ ഈ വ്ളോഗിൽ ഞാൻ പറയൂല.
കെ വെച്ചിട്ട് തുടങ്ങുന്നതാണ്, പാറ വെച്ചിട്ട് എൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്റെ വരെ കൊറേ കഴിഞ്ഞിട്ട് അങ്ങോട്ടാണ്. ഇവിടെ ലെഫ്റ്റ് ഇതാണ് വീട് കേട്ടോ. അപ്പൊ നമ്മളിതാ വ്ളോഗ് ഇപ്പൊ എന്റെ ആവും, വീഡിയോന്റെ ഇത് ഷൂട്ടിന്റെ. ഹലോ ഗൈസ്, വെൽക്കം ടു വ്ളോഗ്സ്. എൻ്റെ നാട്ടിൽ ഞാൻ ഇപ്പോൾ വ്ളോഗ് തിരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ പ്രിപ്പയർഡ് ആണ്, ഫോക്കസ്ഡ് ആണ്, കൺസിസ്റ്റന്റ് ആണെന്ന് അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. നിങ്ങളും എൻ്റെ കൂടെ വെക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഠിച്ചോനെ നല്ലൊരു തുടക്കത്തിനൊക്കെയുള്ള തുടക്കമാട്ടെ. ഡൂടെ നീ ഫോക്കസ് ചെയ്തു, നീ പോയി കുളിച്ചോ. അപ്പോൾ ഗൈസ് ഡ്രസ് എവിടെ? 1 2 2. Okay, I think I got enough charge in my device. Yeah. ഷൂട്ടിന്റെ വിഷ്വൽസ് കാണാം. ഈ വീഡിയോ കാണുന്ന എൻ്റെ തുടക്കത്തിലുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാനിങ്ങനെ ആദ്യം വിചാരിച്ചത് വ്ളോഗ് പരസ്യോ ഓക്കെ, അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ആദ്യം വ്ളോഗ് ചെയ്യുന്നതിൻ്റെ മുമ്പ്, വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ല, കുറച്ച് മുമ്പ് ഞാൻ ട്രൈ ചെയ്തിരുന്നു വ്ളോഗ് ഇങ്ങനെ ചെയ്ത് തുടങ്ങുക. ഇതിനെക്കുറിച്ച് ഇനിയും പഠിക്കാൻ കുറേ ഉണ്ട്. പക്ഷേ ഈ വ്ളോഗ് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ച് കുറേ സാധനങ്ങൾ ഇങ്ങനെ കാണിച്ച് പോകാമെന്നുള്ളതാണ്. പക്ഷേ എന്നോട് ഓരോരുത്തർ പറഞ്ഞ് സംസാരിക്കണം, സംസാരത്തിലൂടെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, എൻഗേജ് ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് കാണുന്നവരോടൊക്കെ കറക്റ്റ് ക്രിട്ടിക്കൽ തിങ്സ് ഇൻ ദ ചാറ്റ് ബോക്സ് അല്ല ഇൻ ദ കമൻറ്റ് ബോക്സ് ആണ് എനിക്ക് വേണ്ടത്. കുട്ടീനോട് വ്ളോഗിലൊരു ഹായ് പറ. ഹലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഹലോ ഹലോ, ഇത് മുസ്ലിയാണ്. ഓന്റെ വ്ളോഗിലാണ് ഇപ്പൊ എല്ലാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ വേഗം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബെൽ ബൈക്കൺ ക്ലിക്ക് ചെയ്യും. പിന്നെ ഈ കോൾ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞാൻ മട്ടലെടുത്തിട്ട് ഓടും ഇന്റെ ബാക്കിൽ. അത് മട്ടൽ എന്താ പറഞ്ഞു കൊടുക്കുക? മട്ടൽ ഈസ് എ ലാറ്റിൻ വേർഡ്. പോയാടാർന്ന്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ നാട്, ഇതാണ് ഡൂഡിൻ്റെ ഓള വീട്. ക്യാമറ തുറക്കട്ടെ. ഹായ്, ഇങ്ങോട്ട് വാ, കം ഒന്ന് വാ. അതാണ് ശ്വാസം അങ്ങനെ നമ്മളെ നാട്ടിലെത്തിട്ടോ. ഡാർവി മെസ്സേജിന് കണ്ണൂർ എൻ്റെ നാട്. അവിടെ ഇത് നല്ല ഗിംബൽ കേട്ടോ, നോക്ക്. ഇതിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട് ഇല്ലേ? എന്നാ ഇതെന്നാ ഗിംബലല്ല, ഇത് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ഗിംബലാണ്. എബിസാർ നമ്മൾ രണ്ടാളും ഒരുമിച്ചാട്ടോ പഠിച്ചത് ബാംഗ്ലൂർ, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ബേസിക് സാധനമൊക്കെ അവിടെ നിന്ന് പഠിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നീ വെള്ളം സില, എല്ലാവരും റെഡി ആയിക്കോ, ഞാൻ വരുന്നുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് ഡൂഡ് മറ്റേ എൻഗേജ്മെന്റിന് വീട്ടിലോട്ടേ കയറി വന്നേ. ഇങ്ങനെ എന്നിട്ട് കൈ തരുന്നേ. ഇവിടെ ഇനി അതിൻ്റെ ഒരു വീഡിയോ. ഫർസ് ചെയ്തതാ, കോപ്പിറൈറ്റ് എഡിറ്റ് ചെയ്യാ. അത് പ്രശ്നമുണ്ട്, ഞാൻ കുടിക്കോ? അതായത് കുടിക്കുന്നുണ്ടല്ലോ. ആർക്കാ ക്യാമറയിൽ പേടിയുള്ളേ? ഓക്കെ, അപ്പൊ ക്യാമറയുടെ പിന്നിലുള്ളത് ലിയ. ഇപ്പൊ ഇതാടാ, ഞാൻ വ്ളോഗ് അടിക്കാനുള്ള മെയിൻ ചലഞ്ച് എന്താ അറിയോ? ആരൊക്കെയാണ് ക്യാമറയിൽ പേടിയുള്ളത്? ഒന്നാമത് എനിക്ക് പേടിയില്ല. നമ്മളെ ഒരു ജിമ്മൻ ഫാദി ഉണ്ട് ഇവിടെ. മോന് ജിമ്മനായിരുന്നു. ഫാദിലേ, നീ നിന്റെ ബോഡി അപ്പർ ബോഡി കാണിക്കാൻ അല്ല, അങ്ങനല്ല, ഷോൾഡറെല്ലാം കാണിക്കാൻ റെഡിയാണോ? എടുത്തു
അല്ല ശ്വാസം എടുത്തില്ല. എവിടെ? സോറി മോളെ, ഞാൻ കുറച്ച് ഇതാ എക്സ്ട്രോവേർട്ടാ. ബ്രോ വേഗം കുപ്പായിട്ടിട്ട് വാ. ഞാൻ വരൂ. ഞാൻ ലീവ് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാറ്റ്. ഞാൻ ഇതിനെ കാണിക്കൂല. നമ്മളങ്ങനെ ആൾക്കാരെ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മൾ എടുക്കൂ. കാരണം ഇത് ഭാവിയിൽ വലിയ ചാനലാകാൻ പോകുന്ന ചാനലാണിത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഭാവിയിൽ വലിയ ആളായാലും നിന്നെ മൊഞ്ചനായിട്ട് എനിക്ക് കാണേണ്ടത്. അതൊക്കെ എഴുതി എന്നോട് പറയണോ. പിന്നെ ഇതിന്റെ ബഗിടം കളിയൊന്നും എന്റെ വ്ളോഗിൽ നടക്കൂല. അതങ്ങനെ ചെക്കൻ റെഡി. ഓ നീ എന്നോടില്ലേ എങ്ങനെയാണ് ഇസ്തിരി ഇടല് മടക്കല് എന്നൊക്കെ ചോദിച്ചോ. ഇതെങ്ങനെ പൊട്ടിക്കല് എന്ന് ചോദിക്കുന്നത്. അത് അങ്ങനൊന്നും പറയില്ല. ക്യാമറ കാണിക്കും. ഞാൻ പച്ച നീ ബാക്കി നിങ്ങൾ ഏറ്റെടുത്തോ. അതിന്റെ ഉള്ളിലുള്ള ആള് നീ ഏറ്റു ബന്ധമുണ്ട്. ഞാനൊരു പെണ്ണാണ്. ഷാഫി വാ. ഷാഫി ഫാദി പ്രത്യേകിച്ച് ഞാൻ പറയാലോ, ഇതൊരു കേറി ഇങ്ങോട്ട് എത്താൻ പോണോ. ഇനിയിപ്പോ ഇൻഷാള്ള 1 മാസത്തില് 860 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകാൻ പോകുന്ന ചാനലാണ്. അപ്പൊ ഇൻഷാള്ള നമ്മള് കൊച്ചിയിലുണ്ടായപ്പോ ഇദ്ദേഹത്തെ നമ്മള് ഇതാണ് ഷാസ്, ലൈഫ് ഓഫ് ഷാസ്. ഇതാണ് ഇവന്റെ ലൈഫ്. ഇതാണ് ഇവന്റെ ജ്യൂസ്. ഇതാണ് ഇവന്റെ ക്യാമറ. ഇതാണ് മതി, അത്ര മതി. ഇപ്പൊ ബ്രോ today we got a Porekudal, but the thing is that I'm having shoot here in Kurkandipara. Only English, 1 minute English language. Yeah. So he was in Pala, Kottayam. 2 weeks ago he came back to Kurkandipara. So we are exploring Kurkandipara. No. I'll tell you peacefully, okay? We are exploring Kurkandipara together. Because I want to show this to my audience. അപ്പൊ എന്റെ കാണികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വ്ളോഗ് എടുത്താലോ. എന്റെ മനോഹരമായ കുറുക്കണ്ടിപ്പാറ വ്ളോഗ് നീ ഉണ്ടാവില്ലേ. അപ്പൊ ഞാനും ഫാദിലും കൂടെ ഇൻഷാല്ലാ നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങൾ ഒരു 3 ആൾക്കാർ കമന്റ് ബോക്സിൽ യെസ് എന്ന് പറഞ്ഞാല് നമ്മള് അടുത്ത വ്ളോഗ് ഇടും. നമുക്ക് അത്രേ വേണ്ടു. നമ്മളിങ്ങനെ വെച്ചടി കയറ്റം അല്ലേ. അപ്പോൾ അതാണ് 2-3 വാക്ക് പറ. കാരണം വ്ളോഗിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതല്ലേ. ഇംഗ്ലീഷ് വേണ്ട, ഇനി മലയാളത്തിൽ പാലയിലെ അപ്ഡേറ്റ്സ് പറ. പാലയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഒരു മൈക്ക് വിടട്ടെ. കാരണം പാലയിലെ അപ്ഡേറ്റ്സ് ആണ്. പാല ഫാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ പാലാപ്പള്ളി അങ്ങനെയല്ല. ഞാനോട് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു നാട് വിട്ടിട്ട് ഒരു കുറേ കാലം പാലക്ക് പോയപ്പോൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനെ കുറച്ച് ഒരു വില ഉണ്ടായി. എന്ന് വെച്ചാൽ ഇവനെ കാണാൻ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ച് വില ഉണ്ടായി. ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇപ്പോൾ കുറച്ച് വില ഉണ്ട്. ഇൻഷാല്ലാ 2 മാസം കഴിയുമ്പോൾ മാറോ അറിയില്ല, നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ പാല ജീവിതം? നല്ല പോറേ. മുസ്ലിനെ മിസ് ചെയ്തോ? മുസ്ലിനെ മിസ് ചെയ്തു, വളരെ മിസ് ചെയ്തു മുസ്ലിന. അല്ല നീ പോലെ സംസാരിക്കട. നീ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ എനിക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് ആദ്യ കാലഘട്ടങ്ങളിൽ. ഓക്കെ, നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ആക്കുന്നില്ല. നീ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വ്ളോഗ് എടുത്ത് തരണേ. അപ്പോൾ ഗൈസ്, നമ്മളെ ഷൂട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ ബ്രോ, ലുക്ക് വാതിൽ ലുക്ക്. ഞാൻ കുറേ നേരമായി മൈക്ക് പരത്തുന്നത്. എവിടെ അല്ല അത് കണ്ടുപിടിച്ച എവിടെയുള്ള മിററിൽ കാണിച്ചെടുക്കാം. ഞാൻ പഠിച്ചവനാണ്. ഞാൻ സങ്കടപ്പെട്ടു പോയി. ഞാൻ ഈ ലൈറ്റ് കൊടുത്ത് ഞാൻ 5 മാരെ ലൈറ്റ് നോക്കട്ടെ. 1 2 3 4 ഇലകളിൽ ചാടും. ഓക്കെ, ഞാൻ ഈ വ്ളോഗ് പെട്ടെന്ന് ലേറ്റ് ആവാൻ ചാൻസ് എന്ന് വെച്ചാൽ എൻ്റെ മൈക്ക് കാണാണ്ടായതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ടോ എൻ്റെ മൈക്ക് എവിടെയുള്ളത്? ഡോറ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതെ, നമ്മളെ മൈക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ മറ്റേ ചാർജ് കുത്തുന്ന സ്ഥാനമുണ്ട്. അതാണ് മൈക്രോമാക്സോ ബാക്കിലുള്ള സാധനത്തിന്. മൈക്ക് കിട്ടി. അവിടെ ഫാദിൽ ഇതിനെന്താ പറയാ? എയർ മാക്സോ? ഇതിനെന്താ പറയാ ബാക്കിൽ നിന്ന് ചാർജ് കയറുന്നതിന്? മൈക്രോമാക്സ്. ആ ചാർജിന്റെ ബാക്ക് വയർലെസ് ചാർജിന് അതിന്റെ മുകളിലാണ് കുടുങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ തിരിച്ചു കിട്ടി. ഞാനൊന്ന് വെറിയായി പോയി. തുറക്കാനില്ല.
എന്നാലും അത് ഇവിടെ നിന്ന് സേഫ് ആക്കിയിട്ട് വെക്കണം അതിൻ്റെ ഉള്ളിലല്ലോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സ്വന്തം അനിയത്തി, ഇപ്പോൾ വാടകയ്ക്ക് വാങ്ങിയതാണ്. പേര് തമന്ന ഫാത്തിമ. വാ വലിയത്താ ഹാനി എല്ലാവരും പരിചയപ്പെടുത്തിട്ട് വാ. തമ്മൂടക്ക് എടാ എല്ലാവരും 5 ആൾക്കാരുള്ള ആദ്യത്തെ സമയമല്ലേ ഇത്. ഹനാനെ എല്ലാവരും വാ. എൻ്റെ അനിയന്മാരെ പരിചയപ്പെടുത്തി കിട്ടിട്ട് വാ. അല്ല ഫാദിൽ നീ അവിടെ കുറച്ച് ഇരിക്കെ. എന്നിട്ട് കസിനെ ഓൾറെഡി പരിചയപ്പെടുത്തി. വാ വാ വെക്ക് പുറത്തു വാ. ഗൈസ് കമോൺ യാ എല്ലാവരും വട്ടത്തിലേക്ക് നിക്ക് വേം വാ ബ്രോ. ഓൾ ദ ബെസ്റ്റ്. ഭയങ്കര ഹാപ്പിയാണ്, തിരിച്ചു കിട്ടി. എടാ എൻ്റെ 5 അക്ക സംഘം ഇങ്ങ് വന്നേ. ഹനാന വാ എടുക്ക് ഹനാൻ. നിഹാൽ ഇവിടെ, ബടന്മാർ 2 ആളും അപ്പുറത്തും വാ. ഹനാൻ എടുക്ക് തൂണ് പോലെ. ഹനാനപ്പുറത്ത് തമന്ന എടുക്ക്. ഹാനി എന്തത് അതെടുത്ത്. ഹാനി ഇവിടെ അല്ല, തമ്മു നടുക്ക്, നിയാൽ ഇവിടെ, ഹനാൻ നേരക്ക്, ഹാനി അടിയിരി, ഹനാൻ പൊന്ത്. ക്യാമറ റെക്കോർഡിങ് അത് കാണും, റിവീലാക്കാം. ഹലോ ഗൈസ്, നമ്മൾ 5 അക്ക സംഘത്തിന് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. അല്ല എല്ലാവരും ചിരിയൊക്കെ ഇട്ടത് ഇവിടെ ചിരിച്ചേ. അതെങ്ങനെയാ ചിരി? അങ്ങനെ ചിരി ഉണ്ടല്ലോ. ഇത് എൻ്റെ ഞാൻ ഏറ്റവും മൂത്ത ആള്. ഇതെൻ്റെ നേരത്തായുള്ള ഉംറ ചെയ്ത് വന്ന ഹനാൻ. ഇപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ മുടി വന്നിട്ടുണ്ട്. അതിന് നേരത്തായുള്ളത് ഹുബുൽ നിഹാൽ. അതിന് നേരത്തായുള്ളത് ഇവനാ താഴെയുള്ളത്. പക്ഷേ അതിന് ഇവൻ്റെ നേരത്തായുള്ളത് ദ മെന്ന നീല കളറിൻ്റെ കുപ്പായോ വെള്ളക്കുപ്പായോ. ഈ താറുണ്ടോ നോക്കുന്ന കുട്ടി ഒന്ന് എണീച്ചേ. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ ഹാനി. പപ്പാച്ചിയമ്മൻ്റെ വീട് എവിടെയാ? ഹാനിക്ക് ആ വീഡിയോ ഓർമ്മയുണ്ടോ? പപ്പാച്ചിയമ്മൻ്റെ വീട് എടുത്തേ ആ വീഡിയോ ഉണ്ട് ഗൈസ്. ഇത് കാണുന്നവർക്ക് ഞാൻ ഇവൻ്റെ പപ്പാച്ചിയമ്മേൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് അത് നീ വീഡിയോ എടുക്കുന്ന തിരക്കില്ലല്ലേ, ഞാൻ അവിടെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഹനാന് വ്ളോഗ് കാണുന്നൊരു വ്യക്തിയാണ്. ഹനാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഹനാൻ ഷാൻ്റെ ഓൻ്റെ പേര് പോലെ തന്നെ ഹനാൻ ഷാൻ്റെ, ബാസിൽ ഖാൻ്റെ, പിന്നെ ആരൊക്കെ വ്ളോഗാണ് നീ കാണല്? അസ്റുവിൻ്റെ. കാരണം ഹനാൻ ഷാൻ്റെ അധികം ആൾക്കാർ വ്ളോഗ് കാണലുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ വ്ളോഗും ഹനാൻ കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ വ്ളോഗ് ആരംഭിക്കുകയാണ്. ഹനാനെ കാണണേ, കാരണം ഓനിക്ക് CMA എക്സാമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ വ്ളോഗുകളൊക്കെ എനിക്ക് വളരെയേറെ ഉപകാരപ്പെടും. കാരണം CMA എക്സാം എത്ര ദൂരത്താണെങ്കിലും വ്ളോഗും പിന്നെ ക്ലാസിക്കോ കളിയൊന്നും അവന് ഒഴിവാക്കാറില്ല. അപ്പോൾ ഓനെ പഠിച്ചവന് CMA എക്സാം ഇങ്ങനെ തന്നെ വ്ളോഗ് കണ്ടിട്ട് ബായ്സൻ്റെ റയലിൻ്റെ കളി കണ്ടിട്ട് പഠിച്ചവന് CMA എക്സാം പാസ്സാവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. ഓക്കെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാനാണ് ലുക്ക്. കാരണം മുടിയൊക്കെ സെറ്റാക്കി ഇങ്ങനെ ആക്കിയപ്പോൾ ഞാനാ ലുക്ക്. പക്ഷെ എല്ലാവരും പറയുന്ന അതിന് ശേഷമുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണ്. വെറുതെ അവരൊക്കെ ഹൈപ്പായി. പിന്നെ നല്ല ഷർട്ടാണ്, കൊള്ളാം. പാൻറ് കോമ്പിനേഷൻ കൊള്ളാം. ഇന്ന് ആക്ച്വലി നമുക്ക് ഓഫ് വൈറ്റ് ആണ് വേണ്ടത്. ഇവൻ ഓഫ് വൈറ്റ് എടുത്തു. ഇവന് വെച്ചാൽ കുറച്ച് ഓണാണ്, പക്ഷെ കുറച്ച് ഓഫ് വൈറ്റ് ആണ്. അപ്പോൾ പക്ഷെ ഇത് ഓഫ് വൈറ്റാ, കാരണം സിമിലർ അല്ലേ. ഹാനി നമ്മളിപ്പോൾ കല്യാണത്തിനും അങ്ങനത്തേനൊക്കെ കളർ കോഡാക്കുമ്പോൾ ഇങ്ങനെ ഒരു ഏകദേശം ഉണ്ടായാൽ മതി. എല്ലാവരും ഓഫ് വൈറ്റ് ഏകദേശം ആ ഒരു എന്തോ കാര്യമായിട്ട് പറഞ്ഞിരിക്ക. അത് നീ നല്ലൊരു തഗ്ഗാണ് പറഞ്ഞത്. ഇങ്ങ വാ. അത് വെച്ചാലില്ലേ, നമ്മൾ ഓഡിയൻസ് വെറും മലപ്പുറവും കണ്ണൂരൊന്നല്ല, ഫുൾ കേരള നമ്മളെ ഓഡിയൻസ്. അപ്പോൾ നീ ആ കോമഡി ഒന്നുകൂടെ പറഞ്ഞേ. അല്ല ശരിക്കും പറഞ്ഞോ? ഫുൾ ബ്ലാക്ക്, ഒരു കുത്തു മാത്രം വൈറ്റ്. അപ്പോൾ ഡ്രസ് കോഡോ? കുട്ടികളൊക്കെ ഒരു ചിന്തേ. ഹാനി അടുത്ത് മാറ്. വെയിലും ഉള്ളത് ഇത് ഇങ്ങനെയല്ല ചിന്തിക്കുമ്പോണ്ടല്ലോ, വെയിലും ഉണ്ടാ പ്രശ്നം. അപ്പോൾ നമ്മള് ഹാനി എനിക്ക് ഏറ്റവും കൂടുതൽ കാരണം ഹാനിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഹാനിക്ക് ഓർമ്മയുണ്ടോ? ഹാനി ഗ്ലോക്സ് എന്ന് പറഞ്ഞ. പക്ഷെ അത് എത്ര കൊല്ലം ഇവിടെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് രസിലെടുക്കാം.
ഹാനി പണ്ടുണ്ടല്ലോ കുറേ കാലം മുമ്പ് ഹാനി നമ്മൾ ഉളിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു പറഞ്ഞു. ഹാനി എന്താ പറഞ്ഞ? ഹലോ ഇറ്റ്സ് മീ അല്ല അങ്ങനെ ഹലോ വെൽക്കം ടു ഹാനി ബ്ലോഗ്സ് എന്നോട് പറഞ്ഞേ. എടാ ഹാനി ചില്ലായിട്ട് നിൽക്കുമ്പോത്തേ നമുക്ക് ആ വീഡിയോ ആഡ് ചെയ്യാമല്ലേ എഡിറ്റ് ചെയ്തിട്ട്. ഓക്കെ. പിന്നെ ഹാനിൻ്റെ കഴിവ് പറയാൻ മുമ്പ് ഹാനി കുറച്ച് നാളായിട്ട് ബീറ്റ് ബോക്സ് ഒക്കെ ചെയ്തേ. അതൊന്നും ചെയ്തേ? അതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാമല്ലോ നമുക്ക്. ഹാനി അത് എങ്ങനെ ആട്ടിയാലും അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് സേഫാക്കി വെക്കണേ. ഓക്കെ. ഞാൻ ഒന്ന് ടയേർഡായി. ഇനി ഹാനി സംസാരിക്കുക. മുസ്ലിഖാക്ക കുറച്ച് ടയേർഡായി. എന്താ പറയുന്നത്? ഹാനി വ്ളോഗ് മുസ്ലിഖാക്ക വ്ളോഗ് തുടങ്ങിയപ്പോൾ ഹാനി ഹാപ്പിയാണോ? പറ എന്നാ ഹാനി ഇങ്ങനെ പറ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ മലപ്പുറത്തെ കല്യാണം? പറഞ്ഞില്ലേ നല്ലതെന്ന് പറയുമ്പോൾ ഒറ്റ ഇതിൽ ഉത്തരായി. ഒരു 2-3 സെന്റൻസ് ആയിട്ട് ട്രൈ ചെയ്തേ അതിന് പറയാൻ. കാരണം നമ്മളിനി വ്ളോഗ് എടുക്കുമ്പോൾ ഹാനിയും വരണ്ടേ. എങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് എൻഡിങ് വരെ ഒന്ന് പറഞ്ഞേ. രാവിലെ ബസ് കയറി ട്രെയിനിൽ പോയി. ബസ് കയറി ട്രെയിനിൽ പോയതാ? ബസ്സിന്ന് കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ പോയി. എന്നിട്ട് കുറേ സ്ഥലമെല്ലാം കഴിഞ്ഞ് മാഹി മറ്റേ വടകരയെല്ലാം കഴിഞ്ഞ് നമ്മള് എത്തി. പിന്നെ ട്രൈ ചെയ്ത് ക്യാമറയിൽ നോക്ക്. കാരണം ഓഡിയൻസ് ഇങ്ങനെ കാണും. നമ്മൾ 113 ഓഡിയൻസ് ഇങ്ങനെ നോക്കൂലേ. ഇത്ര പേരുടെ കറക്റ്റ് ആണ്. അതിന് ബാക്കി എന്നിട്ട് എന്തൊക്കെ സംഭവിച്ചത്? എന്നിട്ട് ക്യാമറയിൽ നോക്ക്. കാരണം നമ്മൾ വീഡിയോ കാണുമ്പോൾ രസം വേണ്ടേ. പറ. എന്നിട്ട് മലപ്പുറത്ത് ആനിക്കുന്ന ഒന്നും കൂടെ പവർ ആവാൻ ഞാൻ ഇവിടെ വെക്കാം. ഓക്കെ. മലപ്പുറത്തെത്തി. എന്നിട്ട് ബാബു കുറച്ചും കൂട്ട് ഇവിടെ വെക്കാവാ. എന്നിട്ട് അവിടെ നിന്ന് എല്ലായിടത്തും കളിച്ച് അപ്പോൾ എൻജോയ് ചെയ്ത്. ഓ ക്യാമറയിൽ മടിയല്ലേ എനിക്ക് പറഞ്ഞോ. നമ്മൾ 5:30 ഇറങ്ങാം. ഇത് മറ്റേ റിലീസ് ഡേറ്റിന് വെച്ച റീൽസ് അല്ല, ഡിലേ ആവും. ഹലോ ഹായ്. ആയിക്കോട്ടെ ഡ്രൈവറേ ലൈസൻസ്. ഓക്കെ ലിയ എന്തിന്? ഒരു മിനിറ്റ് ഞാൻ അത് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ലിയ, ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കസിൻ, മോസ്റ്റ് ടാലൻറ്റഡ്, മോസ്റ്റ് ഗ്രേഷ്യസ് അല്ല അത് പഠിച്ചോനാ കേട്ടോ, മോസ്റ്റ് മെർസിഫുൾ സിസ്റ്റർ ഇൻ മൈ ഫാമിലി. ലിയ, മുസ്ലിം വ്ളോഗ് തുടങ്ങിയതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല അങ്ങനെ ഉള്ളതുപോലെ പറ. ഈ ചങ്ങ ഇത് ഇങ്ങനെ എപ്പോഴും വന്നിട്ട് പോരാൻ്റെ ഉള്ളിൽ നിന്ന് ഇനിയിപ്പോൾ വീഡിയോ എടുക്കുമല്ലോ, അങ്ങനെയാണോ തോന്നിയത്? മുസ്ലിം അടിപൊളിയാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നാണോ തോന്നിയത്? അടിപൊളിയായി മുന്നോട്ട് കൊണ്ടുപോകുമായിരിക്കും. ശരിക്കില്ല നാട്ടിക്കലല്ലോ. ഓക്കെ, എന്നാൽ ഞാൻ പീസ്ഫുള്ളി ആസ് എൻ ഇൻ്റർവ്യൂ ഐ വിൽ ടോക്ക് ടു യു. ഷീസ് മൈ വൺ ഓഫ് അടിപൊളി കസിൻ. ഷീസ് പാട്ടുകാരി. ഷീസ് എ ഗുഡ് പഠിത്തക്കാരി. കാരണം ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് ഓൾ പഠിക്കണത്. അടുത്ത മെയിൻ ടീച്ചർ എന്നോട് നല്ലോണം അടിപൊളി കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയുണ്ട് ചേന്നാങ്ങലൂർ? ഞാൻ എന്നോട് പറഞ്ഞില്ല അവിടുന്ന് ഇറങ്ങുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്ത് തുടങ്ങും. സത്യം പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പൊ മിസ് ചെയ്ത് തുടങ്ങിയില്ലേ? ഇല്ലേ? ഇപ്പൊ അല്ല, കുറച്ച് മാസം കഴിഞ്ഞാലാണ്. പറ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ഇറങ്ങി കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ ഇപ്പൊ മിസ്സൊക്കെ ഉണ്ടോ അവിടെ? ഇസ്ലാം മിസ് ചെയ്യും, പക്ഷേ ചോദ്യം ക്ലിയർ അല്ല അല്ലേ? ഇസ്ലായില് കാരണം ഞാനും പഠിച്ച അതേ സ്കൂളാണ്, അതേ കോളേജ്, അതേ സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. അതേ മൂഡാണോ ലിയക്ക് ഉള്ളത് നോക്കാൻ വേണ്ടി. മുസ്ലിം പറഞ്ഞത്ര ഹൈപ്പിനൊന്നും ഇല്ല. കാരണം മുസ്ലിമിന്റെ ഹൈപ്പ് കിട്ടണമെങ്കിൽ മുസ്ലിം ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിം ഉള്ളതാണ് അടുത്ത ഏക ഒരു നെഗറ്റീവ്. അതെ അതെ, ആ നെഗറ്റീവ് ഇപ്പോ ഇങ്ങനെയല്ല, അതിപ്പോ ഇങ്ങനെ വന്നപ്പോ പോസിറ്റീവായി. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇനി നമ്മൾ അടുത്ത വ്ളോഗിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ കാര്യം പറയണേ. ഇത് ഒഴിവാക്കണോ? ഇത് കട്ട് ചെയ്യണോ? ഓക്കെ, ഐ വിൽ കട്ട് ഇറ്റ്. എന്തൊരു കോൺഫിഡൻസ് കുറവ്, ക്യാമറ ഫിയർ ഉണ്ട്. എന്തായിക്കോട്ടെ, നീ എങ്ങനെയുള്ള എങ്ങനെ സംസാരിച്ചോട്ടോ. ഇതാ ഞാൻ ആഡ് ചെയ്യാം. ഇതാണ് അത് ഞാൻ ആഡ് ചെയ്യാം. പക്ഷേ കുളിക്കണ തിരക്കിലൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ടയർഡാന്നറിയാം. 2 വാക്ക് ഷൂട്ടിനെ കുറിച്ചിട്ട്. ഡൈലന്റെ ഷൂട്ട് അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 14-ാം തീയതി പാട്ട് റിലീസാവും. എല്ലാവരും കേൾക്കണം.
ഞാനും സിലി ആദ്യമായിട്ട് ഒന്നിച്ച് പാടി ഒറിജിനൽസ് ആണ് എല്ലാവരും കേൾക്കുന്നത്. DJ ക്രോസ്, പഞ്ചാരക്ക് ശേഷം DJ ക്രോസ് മ്യൂസിക്കൽ. അപ്പോൾ 14 തീയതി കാണാം. ഓക്കെ, അപ്പൊ അത്ര തന്നെയാണ് വ്ളോഗ്. ഞാൻ ഈ വ്ളോഗ് ഒന്ന് ഷോർട്ട് ആക്കണം, കുഴപ്പമില്ല. ഈ വ്ളോഗ് ഷോർട്ട് ആക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ഒരു പൊരേക്കൂടലുണ്ട്, വീട്ടിക്കൂടൽ. എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി പാച്ചിന്നാണ് വിളിക്കല്. ഓരോ വീട്ടിക്കൂടലുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വ്ളോഗിന് നല്ല സാധ്യത കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വ്ളോഗ് ഏകദേശം കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, സെറ്റാക്കാം. അസ്സലാമു അലൈക്കും. നമസ്തേ. ഞാൻ ആകെ ടയർഡ് ആയിക്കണല്ലോ. ആണല്ലോ, എന്താ ക്യാമറ പൊത്ത് പിന്നല്ലേ